ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള റെസിപ്പി വീഡിയോ ആണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത വീഡിയോ കാണാം. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഇപ്പോൾ 1 കിലോ ചിക്കനാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് കട്ട് ചെയ്യാം. ചെറുതായി മുറിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, മുളക് പൊടി ഇട്ട് നല്ലപോലെ വറുത്തി വെച്ചതായിരുന്നു കേട്ടോ. 1/4 മണിക്കൂർ വരെ വെച്ചിട്ടുണ്ടായിരുന്നു. പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. ഒരു 1/4 മണിക്കൂർ വെക്കണമെന്നില്ല കേട്ടോ. സമയം ഉണ്ടെങ്കിൽ 1/4 മണിക്കൂർ വെക്കാം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. നല്ലപോലെ അടിഭാഗം വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തിട്ട് അതും കൂടി വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ 2 സ്റ്റേജ് ആക്കിയിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. 2 സൈഡ് നല്ലപോലെ ആയിട്ടുണ്ട്. ഒരുപാട് പൊരിച്ചെടുക്കണ്ട കേട്ടോ, മുരിഞ്ഞെടുക്കണ്ട. നമുക്ക് കറിക്കകത്ത് ഇടാനുള്ളതല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ രണ്ടാമതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് ഞാൻ നല്ലപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓയിലിൽ തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയെടുക്കണം. വേറൊരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകും പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് എരിവ് കൂടുതലാണ് ഈ കറിക്ക്. നിങ്ങൾ എരിവ് മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുരുമുളക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതുപോലെ തന്നെ ചെറുതായി മുറിച്ചിട്ട് 2 വലിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളിയാണെങ്കിൽ 3 എണ്ണം എടുക്കാം. ഞാൻ വലുതാന്ന് 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം എപ്പോഴും സാധാരണ പോലെയല്ലേ ഉണ്ടാക്കുക, ഒന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് പൊരിച്ചിട്ടൊക്കെ കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ആ ചോറിനായാലും നെയ്ച്ചോറിനും അപ്പത്തിനും എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി 1 സ്പൂൺ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ചെറിയ 2 തക്കാളി എടുത്തിന് തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, കൊത്തമ്പാരി പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, മസാലപ്പൊടി, ഇത്രയും വേണ്ടു കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പക്ഷേ ഇത് കറിക്ക് ഒരുപാട് വെള്ളം വേണ്ട, ഒരു കുറുങ്ങിയ കറിയാണ് കേട്ടോ. അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് പതച്ചതിന് ശേഷം നമുക്ക് പൊരിച്ച് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ പൊരിച്ച് വെച്ച ചിക്കൻ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. നമുക്ക് ആ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കറിയാക്കിയിട്ട് എടുക്കണ്ട. ഒരു തൊടുകറി പോലത്തെ ഇതുപോലെയുള്ള കറിയാണ് കേട്ടോ വേണ്ടത്. അഥവാ വെള്ളം വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്തതായതുകൊണ്ട് ഒരുപാട് സമയം പതപ്പിച്ചെടുക്കേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാവും കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറി റെഡിയായി. ഇതുപോലെ പൊരിച്ച ചിക്കൻ കറി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.